റഷ്യയ്ക്ക് മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യക്കെതിരെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ട്രംപ് അറിയിച്ചു. റഷ്യൻ ദേശീയ സുരക്ഷാ കൗൺസിൽ ഉപാധ്യക്ഷനും മുൻ പ്രസിഡന്റുമായ ദ്മിത്രി മെദ്വദേവിന്റെ സമൂഹമാധ്യമ പോസ്റ്റിന് മറുപടിയായാണ് നീക്കം. റഷ്യ ഇറാനെ പോലെയോ ഇസ്രയേലിനെ പോലെയോ ഉള്ള രാജ്യമല്ലെന്നും അത്തരം നിലപാടുകൾ യുക്രൈനുമായല്ല അമേരിക്കയുമായി തന്നെയുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നും ദ്മിത്രി മെദ്വദേവ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചിരുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ റഷ്യക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണോ അമേരിക്ക? അതായത് നേരിട്ടുള്ള യുദ്ധം, അതിന് ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന് ഉറക്കെ പറയുന്നു. കൃഷ്ണ, തീർച്ചയായും നേരിട്ടുള്ള യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്ന നിലപാട് അറിയിച്ചത് ദ്മിത്രി മെദ്വദേവ് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, പഴയ റഷ്യൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ ഉപാധ്യക്ഷൻ കൂടിയാണ്. സ്വാഭാവികമായും ഈ ഉപാധ്യക്ഷന്റെ വാക്കുകൾ കുറേയൊക്കെ ഗൗരവത്തോടെ തന്നെ കാണണമെന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു കുറിപ്പ്, വിവാദമായൊരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ പറയുന്നത് ഇസ്രയേലിനെ പോലെയോ ഇറാനെ പോലെയോ ഒന്നുകിൽ തകരുകയോ അല്ലെങ്കിൽ വിധേയത്വം കാണിക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങളല്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അമേരിക്കയുമായുള്ള യുദ്ധത്തിലേക്കായിരിക്കും ചിലപ്പോൾ അത് കലാശിക്കുക എന്നൊരു മുന്നറിയിപ്പായിരുന്നു അദ്ദേഹം നൽകിയത്. ഇതിന് പിന്നാലെയാണ് ട്രംപ് കൃത്യമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമായ ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരം എന്തെങ്കിലും നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ രണ്ട് മുങ്ങിക്കപ്പലുകളെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ റഷ്യയെ പ്രതിരോധിക്കാൻ വിന്യസിക്കാൻ നിർദ്ദേശം നൽകിയത് വിന്യസിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. തീർച്ചയായും ഇത് ഒരു സംഘർഷത്തിന്റെ സാധ്യത തുറന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ പല രീതിയിലുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയും ചെയ്തിരുന്നു. യുക്രൈന് ആയുധം നൽകാനുള്ള തീരുമാനം ഈ അടുത്ത ദിവസങ്ങളിൽ തീരുമാനമെടുക്കുകയും അത് സെനറ്റ് അതിനെതിരായ പ്രമേയത്തെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന കുറെ കൂടി ശക്തമായ രീതിയിൽ യുക്രൈനെ പിന്തുണയ്ക്കാനും ആ പിന്തുണ നൽകുന്നതിന്റെ സാമ്പത്തിക ബാധ്യത യൂറോപ്യൻ രാജ്യങ്ങൾ ഏറ്റെടുക്കാനുമുള്ള സാധ്യതയിലേക്കൊക്കെ ഒരു അന്താരാഷ്ട്ര രീതികൾ വളർന്നു വരുന്നതിനും പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയുടെ നിലപാടും. സ്വാഭാവികമായും റഷ്യ തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാകുന്നു അല്ലെങ്കിൽ തങ്ങളുടെ ലോകം മുഴുവനുമുള്ള മിലിറ്ററി അസറ്റിന് ഭീഷണിയാകുന്നു എന്ന ഒരു നിലപാടുണ്ടായതോടുകൂടി തിരിച്ചടിക്കാനുള്ള ഒരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപും അതുപോലെ തന്നെ പുടിനുമായുള്ള ബന്ധം ഏതാണ്ടൊക്കെ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വിഷയങ്ങൾ, ഇറാനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇസ്രായേലിനെ സഹായം നൽകാനുള്ള വാഗ്ദാനം വ്ളാഡിമിർ പുടിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ ആ മേഖലയിൽ കുറെ കൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിന്റെ നിലപാട് പുറത്തു വന്നിരിക്കുന്നത്. അതിന് സ്വാഭാവികമായ ഒരു പ്രൊവോക്കേഷൻ എന്ന രീതിയിലാണ് ദ്മിത്രി മെദ്വദേവിന്റെ വാക്കുകളും സമൂഹ മാധ്യമത്തിലെ പോസ്റ്റും പരിണമിക്കുകയും ചെയ്തത്.